ചോദ്യം വായിക്കാം. ബിസ്മില്ലാ. അസ്സലാമു അലൈക്കും. കുടുംബത്തകർച്ചയിൽ വില്ലന്മാരായ മദ്യവും ലോട്ടറിയും സ്ത്രീധനവും ഒരു പ്രധാന കാരണങ്ങളാണല്ലോ. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നേരത്തെ ഇവിടെ പ്രിയ സുഹൃത്ത് ജി.കെ. പറഞ്ഞു, ദൈവം ഒരു കാര്യം നിഷിദ്ധമാക്കുന്നത്, തെറ്റാണ് ചെയ്യരുത് എന്ന് പറയുന്നത്, അതിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ മോശമായ ഫലങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ്. ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും മോശമായ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ എന്തിനും അത്തരം കാരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ദൈവികമായ നിയമങ്ങളുടെ നിർദ്ദേശങ്ങളുടെ ഉദ്ദേശ്യ ലക്ഷ്യം, എയിം ആൻഡ് ഒബ്ജക്റ്റീവ്, മനുഷ്യന് ഇഹലോകത്ത് നല്ല ജീവിതം ലഭിക്കുക, പിന്നെ അതുവഴി പരലോകത്തും നല്ല ജീവിതം, മോക്ഷം, സ്വർഗം ലഭിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച 3 കാര്യങ്ങൾ, മദ്യം, ലോട്ടറി അല്ലെങ്കിൽ ചൂത്, സ്ത്രീധനം, ഇത് 3 മനുഷ്യർക്ക് പൊതുവിൽ ദോഷമുള്ള കാര്യമാണ്. ചില നേട്ടമൊക്കെ ചില സമയത്ത് ചിലർക്കുണ്ടാകും അതുവഴി. മദ്യപിക്കുന്ന ആൾക്ക് അപ്പോൾ ഒരു സുഖമുണ്ട്, പിന്നെ പരുക്കൻ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരു എസ്കേപ്പ്, ഒരു ഒളിച്ചോട്ടത്തിന് അയാളെ അത് സഹായിക്കുന്നുണ്ട്. ചൂതാട്ടത്തിൽ ആർക്കാണോ അപ്പോൾ ലഭിക്കുന്നത്, ജയിക്കുന്നത്, അവർക്ക് നേട്ടമുണ്ട്. സ്ത്രീധനം വാങ്ങുന്ന ആൾക്ക് അപ്പം നേട്ടമുണ്ട്. മൊത്തത്തിലെടുത്താൽ അത് മനുഷ്യർക്ക് ദോഷമാണ്. ഇപ്പോൾ ലഹരി, മദ്യപാനം, അത് അയാളുടെ തന്നെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, വലിയ കുടുംബത്തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു. അയാൾ വഴി സംരക്ഷണം ലഭിക്കേണ്ടുന്ന കുഞ്ഞുങ്ങൾ, ഇവരുടെയൊക്കെ ജീവിതത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷി എന്ന് ഇന്ന് പറയുന്ന, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന മനുഷ്യരാണ്. മനുഷ്യൻ്റെ പലവിധങ്ങളായ കഴിവുകളാണ്. ഇതൊക്കെ നശിപ്പിച്ച് കളയുകയാണ് ലഹരി ചെയ്യുന്നത്. ഹസൻ ബസരി എന്ന് പറയുന്ന ഒരു പഴയകാല ഇസ്ലാമിക പണ്ഡിതനുണ്ട്, ഒരു സൂഫി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അല്ലേ, നമുക്ക് ശ്വാസം കഴിക്കാനുള്ള അവയവമുണ്ട്, പിന്നെ ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ മനുഷ്യന് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു അങ്ങാടിയിൽ ഇപ്പം നമ്മൾ വേറെ വസ്തുക്കൾ, അരിയും മുളകും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുന്നത് പോലെ ഈ അനുഗ്രഹങ്ങളൊക്കെ അങ്ങാടിയിൽ നിരത്തി വെച്ചിട്ട് നമ്മൾ പോയി വില കൊടുത്ത് വാങ്ങുക എന്നതായിരുന്നു രീതിയെങ്കിൽ നമ്മൾ ഏറ്റവും വില കൊടുക്കേണ്ടി വരിക മനുഷ്യൻ്റെ ബുദ്ധിക്കായിരുന്നു. പക്ഷേ കഷ്ടം, മനുഷ്യൻ വില കൊടുത്ത് ലഹരി വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് ഈ ബുദ്ധിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഹസൻ ബസരി പറയുന്നുണ്ട്. ചൂതാട്ടം അങ്ങനെ തന്നെയാണ്. ആത്യന്തികമായി അത് സമൂഹത്തിന് നഷ്ടമാണ്. കാരണം പണമുണ്ടാക്കേണ്ട വഴി എന്താണ്? അധ്വാനിക്കുക എന്നതാണ്. അധ്വാനത്തിലൂടെ പണമുണ്ടാക്കുമ്പോൾ അയാൾക്ക് പണം ലഭിക്കുന്നു എന്നത് മാത്രമല്ല സംഭവിക്കുന്നത്, സമൂഹത്തിൽ ഗുണകരമായ പലതും സംഭവിക്കുന്നുണ്ട്. അതാണ് അധ്വാനത്തിൻ്റെ ഫലം, ഗുണമതാണ്. അതുവഴി ഒരാൾക്ക് സേവനം ലഭിക്കുന്നുണ്ട്, ചിലപ്പോൾ വേറൊരാൾക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ടാകും, ചിലപ്പം പ്രകൃതിയിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ അധ്വാനം എപ്പോഴും സമൂഹത്തിൽ പല സത്ഫലങ്ങളും സൃഷ്ടിക്കും. അധ്വാനിക്കാതെ പണം നേടുക, മറ്റൊരാളുടെ നഷ്ടം തൻ്റെ ലാഭമായി തീരുക, ഇതാണ് ചൂതാട്ടത്തിലും പലിശയിലുമൊക്കെ സംഭവിക്കുന്നത്. ഇത് സമൂഹത്തിന് പൊതുവിൽ ദോഷമാണ്. സ്ത്രീധനം അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിൽ വിവാഹത്തിന് ആകെ ഒരു സാമ്പത്തികോപാധിയേ ഉള്ളൂ, അത് പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ടുന്ന ധനമാണ്. അതിനാണ് മഹർ എന്ന് പറയുന്നത്. ജി.കെ. അതിലൂടെ പരാമർശിച്ചിരുന്നു. സ്ത്രീധനത്തിന് അറബിയിൽ തലതിരിഞ്ഞ മഹർ എന്നാണ് പറയുന്നത്.
അല്ലേ? മഹർ തലതിരിച്ച് പിടിച്ചാൽ അതിന് മഹറുൽ മഅക്കൂസ് എന്ന് പറയും അറബിയിൽ. അപ്പോൾ ഇതൊക്കെ കുടുംബത്തെ തകർക്കുന്നതിൽ മാത്രമല്ല, കുടുംബത്താണ് അതിൻ്റെ ഒന്നാമത്തെ ഇര. മൊത്തത്തിൽ മനുഷ്യരാശിയുടെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ദൈവം അതിനെ നിഷിദ്ധമാക്കിയത്. ഖുർആൻ പറയുന്നുണ്ട്, മ്ലേച്ഛമായ കാര്യങ്ങളെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി. ഹറമൽ ഖബായിസ്, നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് അനുവദനീയമാക്കി തരികയും ചെയ്തു. അഹല്ലല്ലാഹു ത്വയ്യിബാത്ത്. അപ്പോൾ ദൈവം അനുവദിച്ചു തന്നതെല്ലാം മനുഷ്യന് ഈ ലോകത്തു തന്നെ വ്യക്തിപരമായി, കുടുംബപരമായി, ഒരു സമൂഹം എന്ന നിലക്ക്, രാഷ്ട്രമെന്ന നിലക്ക്, മനുഷ്യരാശി, മാൻ കൈൻഡ് എന്ന നിലക്ക് ഗുണകരമായ കാര്യങ്ങളാണ്. ദൈവം നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ ഈ അർത്ഥത്തിലെല്ലാം മനുഷ്യന് ദോഷകരമായ കാര്യങ്ങളാണ്. അതിന് പലവിധങ്ങളായ ദോഷങ്ങളുണ്ട്. കുടുംബ തകർച്ചയുണ്ട്, മനുഷ്യ വിഭവശേഷിയുടെ തകർച്ചയുണ്ട്. അങ്ങനെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്തതുമായ നിരവധി ദോഷങ്ങൾ അതിനുണ്ട്. ദൈവം അനുവദിച്ചതും ദൈവം നിർബന്ധമാക്കിയതുമായ കാര്യങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട്. നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നന്മകളുണ്ട്, ദൈവം തന്നെ വിശദീകരിച്ച നന്മകളുണ്ട്, മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നന്മകളും അവയ്ക്ക് ഉണ്ടാകാം.